ധനികനായ ഒരച്ഛൻ്റെയും സമ്പന്നനായ ഒരു മകൻ്റെയും കഥ പറയാം. ഒരു പ്രദേശത്തെ ഏറ്റവും ധനികനായ ഒരു അച്ഛൻ, ഒരു രക്ഷിതാവ്, തൻ്റെ ഏക മകനെ പാവപ്പെട്ടവർ എപ്രകാരമാണ് ജീവിക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കുട്ടിക്ക് നേരിട്ട് കണ്ട് അനുഭവപ്പെടണം. ഒരു ദിവസം അച്ഛൻ മകനോട് പറഞ്ഞു, നാളെ നമ്മൾ ഗ്രാമപ്രദേശത്തെ ഒരു കൃഷിയിടത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവിടുത്തെ കർഷകരുടെ ജീവിതം നിരീക്ഷിച്ച് നോക്കി പഠിച്ചാൽ നിനക്ക് മനസ്സിലാകും ഹൗ ദ പുവർ പീപ്പിൾ ലിവ്, എങ്ങനെയാണ് പാവപ്പെട്ടവർ ജീവിക്കുന്നത് എന്ന്. മകൻ പറഞ്ഞു, ശരി അച്ഛാ, നമുക്ക് നാളെ തന്നെ പോകാം. പിറ്റേന്ന് അച്ഛൻ മകനെയും കൂട്ടി നാട്ടുംപുറത്തെ കൃഷിയിടത്തിൽ ചെന്നു. 3 ദിനരാത്രങ്ങൾ അവിടെ ചെലവഴിച്ചു. തിരിച്ച് അച്ഛനും മകനും സ്വന്തം വീട്ടിലെത്തി. അച്ഛൻ മകനോട് ചോദിച്ചു, നീ പാവപ്പെട്ടവരുടെ ജീവിതം ശരിക്ക് നോക്കി കണ്ട് പഠിച്ചോ? ഉവ് അച്ഛാ, ഞാൻ ശരിക്ക് മനസ്സിലാക്കി. എങ്കിൽ എന്നോട് പറ, എപ്രകാരമാണ് പാവപ്പെട്ടവരുടെ ജീവിതം? മകൻ മറുപടി പറഞ്ഞു തുടങ്ങി, അച്ഛാ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പശുവേയുള്ളൂ. അവർക്ക് 4 പശുക്കളുണ്ട്. നമുക്ക് വെള്ളമെടുക്കാൻ വീടിന്റെ മുൻഭാഗത്ത് ഒരു കൊച്ചു കിണറേയുള്ളൂ. അവർക്ക് വിശാലമായൊരു തടാകമുണ്ട്. ഏത് കരയിൽ ചെന്നും വെള്ളമെടുക്കാം. അച്ഛാ, നമ്മുടെ വീടിന് ചുറ്റും മതിൽക്കെട്ടുകളാണ്. എനിക്ക് അയൽപക്കത്ത് ഒരൊറ്റ കൂട്ടുകാരനുമില്ല. അവർ യാതൊരു വേലിക്കെട്ടുകളുമില്ലാത്ത വിശാലമായ സ്ഥലത്ത് യഥേഷ്ടം ചിരിച്ചു കളിച്ച് നടക്കുന്നു. അച്ഛാ, നമുക്ക് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പരിചാരകന്മാരാണുള്ളത്. പക്ഷേ അവരെ വീട്ടിൽ സേവിക്കുന്നത് അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, രക്ഷിതാക്കളാണ്. രാത്രി വെളിച്ചം തരാൻ നമുക്കൊരു റാന്തൽ വിളക്കേയുള്ളൂ. അവർക്ക് ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ട് പ്രകാശം പകരാൻ. ഇങ്ങനെ മകന്റെ മറുപടി കേട്ട് അച്ഛൻ സ്തബ്ധനായി നിന്നുപോയി. ഒടുവിൽ മകൻ കൂട്ടിച്ചേർത്തു, അച്ഛാ, ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ എത്ര പാവപ്പെട്ടവരാണ് എന്നെനിക്ക് കാണിച്ചു തന്നതിന്. താങ്ക് യു മൈ ഗ്രേറ്റ് ഡാഡ്. ഐ റിയലൈസ്ഡ് ഹൗ പുവർ വി ആർ. ആലോചിച്ച് നോക്കൂ, എന്താണ് ദാരിദ്ര്യം എന്ന് കാണിച്ചു കൊടുക്കാനാണ് അച്ഛൻ മകനെയും കൊണ്ടുപോയത്. എന്നാൽ മകൻ പഠിക്കുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിലെ സമ്പന്നതയാണ്, അതിലെ ഹൃദയവിശാലതയാണ്. ഇതാണ് 2 വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലെ വ്യത്യാസം. അച്ഛൻ സമ്പന്നത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, റിച്ച്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് വലിയൊരു വീടാണ്, അവിടുത്തെ ആഡംബരങ്ങളാണ്, ചുറ്റുമതിലുകളാണ്, ഇതൊക്കെയാണ്. എന്നാൽ മകൻ കണ്ടെത്തുന്നു, വിശാലത എന്നത്, സമ്പന്ന എന്നത് അതൊന്നുമല്ല. അത് വേലിക്കെട്ടുകളില്ലാത്ത ഒത്തുചേരലാണ്, സൗഹൃദമാണ്, പങ്കുവെക്കലാണ്. അങ്ങനെ സുഖവും സന്തോഷവും ഒക്കെ തന്നെ അന്യോന്യമുള്ള പങ്കുവെക്കലിലൂടെ, പരസ്പരമുള്ള ഒത്തുചേരലിലൂടെ കൈവരിക്കാവുന്നതാണ് ഒന്ന്, അഥവാ റിച്ച്നെസ് എന്ന് മകൻ മനസ്സിലാക്കുന്നു. 2 വ്യക്തികളുടെ കാഴ്ചപ്പാടിലെ ഈ സമ്പന്നതയും ദാരിദ്ര്യവും. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അച്ഛൻ്റെ ഭാഗത്താണോ റിച്ച്നെസ്, അച്ഛൻ്റെ കാഴ്ചപ്പാടാണോ റിച്ച്നെസ്, അതോ മകൻ്റെ കാഴ്ചപ്പാടാണോ റിച്ച്നെസ്? തീർച്ചയായും ഈ കഥയുടെ ഒരു ഗുണപാഠം എന്ന നിലയ്ക്ക് നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാൻ കഴിയും. മകൻ പറയുന്ന ഹൃദയ വിശാലതയാണ്, വേലിക്കെട്ടുകളില്ലാത്ത, അതിർത്തിയില്ലാത്ത സൗഹൃദമാണ് യഥാർത്ഥത്തിൽ റിച്ച്നെസ്, സമ്പന്നത. അച്ഛൻ പറയുന്നത് പോലെ സാമ്പത്തികമായി അഥവാ ധനികനാകുന്നത് കൊണ്ടോ, ധനികനായ സ്ഥിതിക്ക് തൻ്റേതായ വേലിക്കകത്ത് ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല എന്ന പാഠം കുട്ടി അച്ഛനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മളുടെയും കാഴ്ചപ്പാടുകൾ. സൗഹൃദങ്ങൾക്ക്, പങ്കുവെക്കലുകൾക്ക്
ഒത്തുചേരലുകൾക്ക്, സാമൂഹ്യ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നിങ്ങളുടെ ചിന്തയും കാഴ്ചപ്പാടും മാറുമ്പോൾ നിങ്ങൾ സമ്പന്നനാകുന്നു. പണം വാരിക്കൂട്ടുന്നതിലേക്ക്, ആഡംബരങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലേക്ക്, നിങ്ങളുടെ വീടിൻ്റെ മതിൽക്കെട്ടിനകത്ത് ഒതുങ്ങുന്നതിലേക്ക് നിങ്ങൾ മാറുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ധനികനായി മാറിയേക്കാം, പക്ഷേ സമ്പന്നനായി മാറുന്നില്ല. താങ്ക് യു വെരി മച്ച്.